തടിപ്പുകളോ മുഴകളോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അത്തരം ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാണോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാണോ എന്നുള്ളത് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിനൊരു തീരുമാനം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് മലത്തിലൂടെ ബ്ലഡ്, വലത്തെ ഭാഗത്തൊക്കെ ക്യാൻസർ ഉണ്ടാവും, ചിലപ്പോൾ മലത്തിലൂടെ ബ്ലഡ് പോകുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാതെ പോവാം. മലത്തിൽ ചെറിയ കളർ ചേഞ്ച്, ചിലപ്പോൾ 1 മില്ലി അല്ലെങ്കിൽ 2 മില്ലിയൊക്കെ നേർത്ത ബ്ലഡ് മാത്രം പോവുകയാണെങ്കിൽ ഒന്നും ചിലപ്പോൾ നമുക്ക് മലത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ കുറച്ച് ഇടത്തെ ഭാഗത്തേക്കോ കൂടുതലായിട്ട് ഈ മുഴകൾ ഉണ്ടാകുന്ന ഒരു ഭാഗത്തേക്കൊക്കെ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് പോകുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ മലം കറുത്ത കളറിൽ അല്ലെങ്കിൽ ഒരു മിക്സറായിട്ട് ബ്ലഡ് മിക്സ് ചെയ്തിട്ട് വളരെ ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റൂളൊക്കെ മലം, അത്തരം ഒരു രോഗാവസ്ഥയും നമുക്ക് ഇതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണങ്ങളിൽ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ക്ഷീണം, സാധാരണ രോഗികളിൽ ക്യാൻസറൊക്കെ ഉണ്ടാവുന്ന രോഗികളിൽ അനുഭവപ്പെടുന്ന പോലെ തന്നെ അകാരണമായിട്ടുള്ള ക്ഷീണം, അകാരണമായിട്ടുള്ള വെയിറ്റ് ലോസ്, ശരീരഭാരം അനിയന്ത്രിതമായിട്ട് കുറയുന്ന രോഗാവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ HB ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു വളരെ താഴ്ന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ ബ്ലഡ് ലോസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് എന്താണ് കാരണം, ഇതിൻ്റെ മലാശയ ക്യാൻസറോ അല്ലെങ്കിൽ കൊളറക്ടൽ ക്യാൻസറിൻ്റെ ഒക്കെ എന്തെങ്കിലും തുടക്കമുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള വെയിറ്റ് ലോസ്, ശരീരഭാരം കുറഞ്ഞു വരുന്നു, നമ്മൾ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ വെയിറ്റ് ലോസ് വരുന്നു എന്നുണ്ടെങ്കിലും അതും കൊളോറക്ടൽ ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ മലാശയത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഒക്കെ രോഗലക്ഷണങ്ങളായിരിക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.